പൂക്കുളത്തേൽ അഗ്രി ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഞാൻ ആദ്യ ഘട്ടത്തിൽ റബ്ബർ കുരു പാകുന്നത്, കുരു എങ്ങനെ തവാറിനിൽ ഇടുന്നതിനെ പറ്റി കാണിച്ചായിരുന്നു. ഇപ്പം കുരു മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നായിട്ട് നിങ്ങൾക്ക് നോക്കി കാണാം. ഇതിനകത്ത് മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ കുരു മുളച്ചു തുടങ്ങി. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇതെല്ലാം ഈ പന്നിയെല്ലാം ശല്യം ഉള്ളതുകൊണ്ട് പന്നിയെല്ലാം കയറി മാന്തുന്നുണ്ട്. കുരു പന്നിക്ക് വളരെ ഇഷ്ടമാണ് ഈ റബ്ബർ കുരു. കുറച്ച് ചീഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് പന്നിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ് റബ്ബർ കുരു. അപ്പോൾ അതാണ് ഇതെല്ലാം കുറച്ച് മാന്തിയൊക്കെ ഇട്ടിരിക്കുന്നത് റബ്ബർ കുരു തിന്നാൻ വേണ്ടി. ഇനിയിപ്പം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. കപ്പ് നമ്മൾ നിറച്ച് ചകിരിച്ചോറിനകത്തേക്കാണ്, ചകിരിച്ചോറിട്ടാണ് കപ്പ് നിറയ്ക്കുന്നത്. ആ വീഡിയോ ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ റബ്ബർ കപ്പിൽ ചെയ്യുന്നത് ഒന്നുകിൽ നേരിട്ട് കപ്പ് ലൈനാക്കി വെച്ച് അതിനകത്തേക്ക് തൈ പറിച്ചു വെക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു ന്യൂനത കാണുന്നത് വെച്ചാൽ എല്ലാം ഒരേ ഐക്യരൂപത്തോടെ കിട്ടത്തില്ല. ചിലപ്പം ചിലത് വലുതായിരിക്കും, കുറച്ചെണ്ണമൊക്കെ ചെറുതായിരിക്കും, പിന്നെ ചീഞ്ഞു പോകുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബെഡിങ് ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സ്ഥലം കുറേ വേസ്റ്റായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ വർഷം മുതൽ നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന കപ്പുകൾ ഒരു 10-15 എണ്ണം വെച്ച് ഇങ്ങനെ അടുക്കി വെച്ച് അതിനകത്തേക്ക് കുരു മുളച്ച് വരുന്ന തൈ എടുത്ത് വെച്ചിട്ട് നമ്മൾ അത് മേലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ആരംഭഘട്ടമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കപ്പുകൾ നേരെ നിൽക്കാത്ത അതിൻ്റെ പേരിൽ നമ്മൾ ആദ്യമായിട്ട് ലൈൻ അടിച്ചിട്ട് കുറ്റി അടിച്ചിട്ട് ഇതുപോലെ കുറ്റി അടിച്ചിട്ട് നമ്മൾ ഈ കമ്പി വെച്ച് കെട്ടും. ഇപ്പം നമുക്ക് കമ്പിയൊക്കെ റബ്ബറിൻ്റെ കപ്പ് തൈ വെക്കുന്ന സ്റ്റാൻഡിൻ്റെ കമ്പി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള വേണമെങ്കിൽ മുള വെച്ച് ഉപയോഗിക്കാം, മറ്റേ പൈപ്പ് വെച്ച് കെട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോൾ കുറ്റി അടിച്ച് ലൈൻ ചരട് കെട്ടി ഒരേപോലെ ആക്കി ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിൽ ഞങ്ങൾ അത് കെട്ടാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ കമ്പി വെച്ച് കെട്ടുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കപ്പ് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ നിൽക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ചെരിഞ്ഞ് പോകാതിരിക്കാൻ വളരെ തൈ നേരെ വളർന്നു വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കമ്പിയെല്ലാം വെച്ച് കെട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് നേരെ തൈ വളർന്നു വരും. അപ്പോൾ ഇതിനകത്ത് അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്റ്റെപ്പ് മൂത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതിനകത്തുനിന്ന് നല്ല തൈകൾ തിരിഞ്ഞിട്ട് ഒരേപോലുള്ള തൈ ഞങ്ങൾ ഫീൽഡിലേക്ക് ചെറിയ കുഴികൾ എടുത്തിട്ട് അതിനകത്ത് ഉറപ്പിച്ച് നിർത്തുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിത് ലൈൻ അടിച്ചു, അതിനകത്തേക്ക് ഇവർ വന്ന് ജോലിക്കാർ കൊണ്ട് അവർ ചകിരിച്ചോറ് കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. ചകിരിച്ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ അതിനകത്ത് ഇരുന്നിട്ട് തന്നെ കപ്പ് നിറച്ച് ശരിയായ രീതിയിൽ നേരെ വെച്ച് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള പ്രാരംഭ ഘട്ടങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നീണ്ട പ്രോസസ്സിങ് പീരീഡാണ് ഇതെല്ലാം. ഇപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഇതിനകത്തേക്ക് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൈഡിലും കൂടെ നമ്മൾ കമ്പി വെച്ച് കെട്ടി കഴിഞ്ഞാൽ ചകിരിച്ചോറ് കപ്പിനകത്ത് നിറച്ചിട്ട് നമ്മളിവിടെ ചാരി വെക്കും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇത് കറക്റ്റ് അങ്ങനെ ഒരു 10,000-3000 തൈ ഒരു ലൈന് വെക്കാൻ പറ്റും. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴിയാണ് നടന്നു പോകാനും തൈ വെക്കാനും പിടിക്കാനായിട്ട് വളമൊഴിക്കാനൊക്കെ ആയിട്ടാണ് ഒരു വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഒന്നാം ഘട്ടത്തിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതാണ്, നിങ്ങളത് കാണുക. രണ്ടാം ഘട്ടം നമ്മൾ ഇതിവിടെ അവസാനിക്കുകയാണ്. ഇനി മൂന്നാം ഘട്ടം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ട് അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.